ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അങ്ങനെ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. അമ്മൂട്ടി, ഇന്ന് എന്താണ് പരിപാടി? പറഞ്ഞോളൂ. വെറൈറ്റി ചലഞ്ചാണ്. യെസ്, ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, സാധാരണ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തപ്പോഴത്തേനൊക്കെ വാവത്തും പിന്നെ കുറച്ച് കഷ്ടപ്പാട് പെടുത്തും. പക്ഷെ ഇന്ന് അതിലും കുറച്ച് ഡിഫിക്കൽട്ടാണ് കേട്ടോ. ഇതും നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ചധികം പേര് വാ മാത്രമേ പൊത്തിയുള്ളൂ, പിന്നെ കണ്ണും കൂടെ പൊത്താൻ വേണ്ടി പോവുകയാണ്. അതെ, നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേര് ഇങ്ങനെ ഒരു ചലഞ്ച് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. സംഭവം അല്ല, വെറൈറ്റി ആണ്, അടിപൊളിയാണ്. മൊത്തത്തിലൊന്ന് കാണുക. ഞങ്ങൾ പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് കണ്ട് രസിക്കുക. അതെ, അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവരെയും നമുക്ക് വെൽക്കം ചെയ്തില്ല അങ്ങോട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് പതിവ് പോലെ എന്റെ താഴെ ഗാർഗി ഇരിപ്പുണ്ട്. അതെ, ഗാർഗിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേന് ഈ വീഡിയോ എടുക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഗാർഗിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിൽ. അപ്പൊ ഇന്ന് ഭയങ്കര എൻജോയ്മെന്റിലാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്ന കോമിക്കും കോമാളിത്തരവും ഒക്കെ ഇവൾക്ക് കാണുമ്പോഴത്തേന് ഇവൾക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് ഇവിടെ അങ്ങ് ആസ്വദിക്കാണ്. അതാണ് ഇവിടെ മെയിൻ. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പുകഴ്ത്തുന്നത്? ഞാൻ ഉറങ്ങി വീണു. അതെ, ഉറങ്ങി വീഴാ. ഗാർഗി അവിടെ കിടന്നോളൂ. അമ്മൂട്ടി പ്രോപ്പർട്ടി എടുത്തിട്ട് വരും. അപ്പൊ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂട്ടി പോകാൻ വരട്ടെ, ഇത് കേട്ടിട്ട് പോകും. അതായത് വാ പൊത്തും, അത് വെറൈറ്റി ആയിട്ടാണ് കെട്ടുന്നത്. കണ്ണ് പൊത്തിയിട്ട് നമ്മൾ ഈ ചലഞ്ച് ചെയ്ത് എനിക്കിപ്പോ വായില്ല. ഇപ്പോഴേക്കും ഞാനും കുറച്ച് സാധനങ്ങൾ നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു കൊടുക്കും. അത് സ്മെല്ല് ചെയ്തോ അല്ലെങ്കിൽ അത് സ്പർശിച്ചോ അത് ഐഡന്റിഫൈ ചെയ്യുക അതെന്താണെന്ന്. അത് വീട്ടിലുള്ള സാധനം മാത്രല്ല, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാം. എന്ത് വേണമെങ്കിലും, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അത് സാധനം എന്താണെന്ന് നമ്മൾ പറയണം. ഓക്കെ, കണ്ണ് പൊത്തി വാ നടുക്കൂടെ കെട്ടിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അത് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കണം, ഇത് ഇന്ന സാധനമാണെന്ന്. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിലായില്ലേ ഇതിന്റെ രസം എത്രത്തോളം ഉണ്ടത്? സംഭവം അടിപൊളിയായിരിക്കും. നമ്മൾ അങ്ങനെ പറയുന്നു എങ്കിലും നമ്മൾക്ക് അതിന്റെ ഡിഫിക്കൽട്ടി ഭയങ്കരമാണ്. ഇത് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അമ്മൂനെ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ഇര അമ്മൂട്ടിയാണ് കേട്ടോ. അപ്പൊ തുടങ്ങിയാൽ അമ്മൂട്ടി. അപ്പൊ അമ്മൂട്ടി റെഡി ആവുകയാണെങ്കിൽ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാമായിരുന്നു. ഓക്കെ, റെഡി? ഓക്കെ, സംസാരിച്ച്. ഇതെത്രയാ? ഇതെത്രയാ? അപ്പൊ അതിന് കാണുന്നുണ്ട്. ഇതെത്രയാ? ഓക്കെ, കാണുന്നില്ല. അപ്പൊ ഞാൻ പോയിട്ട് സാധനങ്ങൾ പ്രോപ്പർട്ടി കൊണ്ടുവരട്ടെ. ഓക്കെ അമ്മൂട്ടി, പ്രോപ്പർട്ടീസും കൊണ്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. കുറച്ചധികം സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇതാ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന്. കുറച്ചധികം സാധനങ്ങളുണ്ട്. ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ ആക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നീ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അതെന്താണെന്ന് പറയാം. ഓക്കെ, ആദ്യം തന്നെ ഒരു സാധനം തരാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്ന് കണ്ടില്ലേ? ഈ സാധനം മനസ്സിലായില്ലേ? കൈ കാണിച്ചോളൂ, പിടിച്ചോ, നോക്കിയിട്ട് പറഞ്ഞോളൂ. ഉറക്കെ അവരോട് പറഞ്ഞു. നോക്കി. എന്താണ്? എന്ത് റെക്കോർഡാവുന്നുണ്ടോ? പറ. എന്ത്? ഇവരോട് പറഞ്ഞു കറക്റ്റ് ആയത് എന്താണ്? ഓക്കെ. ഓക്കെയാണ്. റെഡി? നെക്സ്റ്റ്. അല്ല, കുറച്ചൊന്ന് മുറുക്കട്ടെ. ഓക്കെ, റെഡി? നെക്സ്റ്റ്. ഈ സാധനം നോക്കിയിട്ട് പറയാം എന്താണെന്ന്. അത് ഏത് ബ്രാൻഡാന്ന് പറ. സന്തൂർ അല്ല. നീ പറഞ്ഞു മണത്തി വിടുക. അറിയത്തില്ല എന്ന് പറഞ്ഞ കറക്റ്റ് ആയിട്ട് പറയും. ഓക്കെ അടുത്ത
നെക്സ്റ്റ് വൺ. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ. അവളുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവൾക്ക് അറിയാം കേട്ടോ. ഓക്കെ, എന്നാ പിന്നെ പോട്ടെ. ഇത് നീ എന്തായാലും കണ്ടുപിടിക്കും. നീ ആദ്യം എന്താ വിചാരിച്ചേ? ആദ്യം വിചാരിച്ച ഹെഡ്സെറ്റ് ആയിരുന്നു അല്ലെ? ഓ, നീ വെക്കേണ്ടത് കറക്റ്റ് വെക്കാം മൂക്കുട്ടി. ഓക്കെ, നെക്സ്റ്റ്. സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടല്ലോ. അടുത്ത കണ്ടോ, ഇവിടെ എല്ലാം കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. നീ ഇതെന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറയും. നീ ഇതെല്ലാം എങ്ങനെ കണ്ടുപിടിച്ചേ? ഞാനാകെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇതെല്ലാം കണ്ടുപിടിച്ചു. അയച്ചു. ആ, അത് മതി, തുറക്ക്. ഞാനാകെ നാളെ കണ്ടുപോയി. ഞാൻ വളരെ ഹൈപ്പ് ഇട്ടിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് കെട്ടി വെച്ചതാ. നീ ഇതെല്ലാം കണ്ടുപിടിച്ചല്ലോ. തക്കാളി കാണിച്ചില്ലേ? എന്റെ മൈൻഡ് ആകെ ഡൗൺ ആയി പോയിട്ടോ. ഇവിടെ പകുതി മുക്കാലും കാണിച്ചു കഴിഞ്ഞപ്പോ എന്റെ മൈൻഡ് മുഴുവൻ കൈവിട്ടു പോയി. ഈ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവള് അത് കണ്ടുപിടിക്കൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കണ്ണെല്ലാം കെട്ടിട്ട് കണ്ണ് കാണുന്നില്ല. ഭയങ്കര ടൈറ്റ് ആക്കി കേട്ടിട്ട് ഞാനാണ് കണ്ണുപോട്ടെ, ഇവനാണ് കണ്ണുപോട്ടെ. ഈ തക്കാളി ഒന്നും കാണിച്ചില്ല. ഞാനേ അത് വിട്ടുപോയത്. ഞാൻ ആ പാനിക്കായി പോയി. അതാണ് പറ്റിപ്പോയത്. ഞാൻ വിജയിച്ചു കണ്ടപ്പോഴേക്ക് ആശായിട്ട് ഞാൻ തകർന്നു പോയി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ വിജയിക്കുന്നത്. അമ്മു എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇത് സാധനങ്ങൾ തപ്പി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേന് നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ ചിന്തിക്കും, ഇതെടുത്താൽ ഇവര് കാണത്തില്ല, അതുപോലെ തന്നെ ഇതൊന്ന് മാറ്റി അടുത്തത് ഇന്ന സാധനം കൊടുക്കാം, അപ്പൊ അവർ അത് മനസ്സിലാക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. നോ രക്ഷ, സംഭവം അതുപോലെ കിട്ടിയ പോലും ഇല്ല കേട്ടോ. കറക്റ്റായിട്ട് അവൾ കണ്ടുപിടിച്ചു. മേ ബി ഞാൻ ചെയ്ത പ്ലാനിങ്ങിൻ്റെ ആയിരിക്കും പ്രോബ്ലം. അത് ഇപ്പോൾ എന്ത് ചെയ്യും നമുക്ക് നോക്കാം അല്ലെ. നമ്മൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇച്ചിരി ബുദ്ധി കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചും മറിച്ചും സാധനങ്ങൾ കൊണ്ടുവരും. നമുക്ക് ഇച്ചിരി ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം. മേ ബി നമുക്ക് നോക്കാം. യെസ്, ചടഞ്ഞ് ഏറ്റെടുക്കുകയാണ്. വെയിറ്റ് ചെയ്യാം. റെഡി? കാണുന്നുണ്ടോ? ഇല്ല. ഇതെത്രയാ? 4. ഇതാ 5. അയ്യോ, സാധനങ്ങൾ വന്നോ? നമ്മുടെ സാധനങ്ങൾ വന്നു ഗൈസ്. സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഗാറി താഴെയുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇതാ ഞാൻ കൊടുക്കാണ് ഗൈസ്. അതാണ് തപ്പി പിടിക്കണം. നമ്മള് വന്ന് നിൽക്കുന്നത് ഞാറിയുടെ സാധനം എടുത്തതിനാണ് ഞാറി വന്ന് താഴെ നിൽക്കുന്നത്. ഇവിടെ ഉണ്ട്. എന്നാ ഞാറി എടുത്തോ? ഓക്കെ, സെക്കൻഡ്. നീ കണ്ടുപിടിക്കുമല്ലോ ടീച്ചർ. പറ. വെയിറ്റ്. തോറ്റു. പൊട്ടായോ? വട്ട പിന്നെ പൊട്ടോടെ അത് നീ കണ്ടുപിടിച്ചില്ലല്ലോ. മണത്തോ കണ്ടുപിടിക്കും. പട്ടിയോ? ഒട്ടയോ? ഒട്ടയൊന്നും അല്ലേ. ഇങ്ങോട്ടോ ഈ കണ്ണുപൊട്ടനെ കൊണ്ട്. ഓക്കെ, അത് തോറ്റോ? ഇത് അടുത്തത്
ആർക്കും ഇവിടെ വായം വിളിച്ചു. ഇതെന്താ പിസ്സ പിസ്സ പിസ്സോ പിസ്സ ആർക്കും കൊടുക്ക ഇവള് സമ്മതിക്കുന്നില്ല. അവളെ അടിച്ചോണ്ട് പോയി. അവളെ സാധനം ചോദിച്ചിട്ട് അവളെ എടുത്തോണ്ട് പോയി. പിന്നെ പിസ്ത ചക്കക്കൂര് ചക്കക്കൂര് അതെ ഒന്ന് ടീച്ചർ കണ്ടുപിടിക്കുമല്ലോ ഗൈസ്. ആ ചെറുത്തോണ്ടിട്ട് ഇല്ല ചെറുത്തോണ്ടിയോ ഇങ്ങോട്ട് വാ ഫോൺ തട്ടിയിടുന്നത്. അതെന്താ ഇത്ര പേര് ചെറുത്തോണ്ടിയോ? ഞാൻ ക്ലൂ കൊടുക്കാം ടീച്ചറെ. നമ്മൾ ഉപയോഗിക്കുന്നേ പിന്നെ മൂക്കിലൊന്നും കൈയിടരുത്. പിന്നെ ചെവിത്തോണ്ടി അല്ല. ആണിയോ? ആണിയൊന്നും അല്ല. ഇത് മൂക്കിന്റെ സ്ക്രബ്. ആ ഇത് കളയുന്ന ബ്ലാക്ക് ഹെഡ്സ് കളയുന്ന സാധനം. ഓർമ്മയില്ല. ഓക്കെ ഇനി അടുത്തത്. ഇത് ചിലപ്പോ തിരിയായിരിക്കും. ചക്കറല്ലേ? ഇത് കൊടുക്കുകയാണെങ്കിൽ കൈയാണെങ്കിൽ കളയല്ലേ, കളഞ്ഞാ പൊട്ടും. ഇത് ടീച്ചറ് തിരിയായിരിക്കും. ഗാർഗയുടെ ബെൽറ്റാ, ഗാർഗയുടെ ചെയിന്. ഗാർഗയുടെ അറിയാം, എന്റെ സാധനങ്ങളൊന്നും അറിയില്ല. അടുത്തത് അപ്പൊ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. ഞാനാ വിൻ ചെയ്തത്, ടീച്ചറൊന്നുമല്ല ഞാനാ. അപ്പൊ ടീച്ചർ എന്നെ എത്ര നേരം ഇവിടെ നിർത്തിട്ട് പോയത്? ഫുള്ള് ഒരുമാതിരി പിരിവിരിപ്പ്. ഞാൻ പോയപ്പോ തന്നെ നട്ടുച്ചയായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ ദൈവമേ കണ്ണടിച്ചു. ആരെ വിൻ ചെയ്ത മുട്ടി? ഞാനെല്ലാം പറഞ്ഞില്ലേ? നീ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എവിടെ മിസ്റ്റേക്ക് ആയിപ്പോയി. ചക്കക്കുരു മിസ്റ്റേക്ക് ആയി, അടക്കാത് മിസ്റ്റേക്ക് ആയി. പിന്നെ പിടിച്ചോണ്ട് പോയത് ബ്ലാക്ക് ഹെഡ്സ് കളയുന്ന സംഭവം ഇതായി. ഓ ശേ, നമുക്ക് ആ ഒരു സമയം നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴത്തേന് നമ്മളത് വിചാരിക്കും അത് അന്നതാണെന്ന്. സംഭവം കൈവിട്ടു പോയി. ഓ കണ്ണൊക്കെ ഒന്ന് റെഡി ആവട്ടെ. എനിവേ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എനിവേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. നല്ല നല്ല ചലഞ്ച് വീഡിയോസും അതുപോലെ നല്ല നല്ല വീഡിയോസ് കമന്റ് ആയിട്ട് അറിയിക്കുക. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.